ഹലോ ഗെയ്സ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് ചെടികളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറേ ചെടികൾ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കാതെയും ഒഴിച്ചും ഒക്കെ അതിനെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് അതിനൊക്കെ വെള്ളം കിട്ടുന്നത് കുറച്ച് കുറവാണ്. എന്നിരുന്നാലും നമ്മുടെ മുറ്റത്ത് പൂക്കളൊക്കെ വാടാതെ അങ്ങനെ നിത്യവും പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ തോനെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് എന്ത് ടൈപ്പ് ചെടിയാണെന്ന് എനിക്കറിയില്ല. രണ്ടാമത് കണ്ടത് ചെത്തിയാണ്. ഇപ്പം മൂന്നാമത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദ്യാർ വട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമുള്ള വെള്ളപ്പൂവാണ്. നമ്മുടെ ചെടി കാണാത്ത രീതിയിൽ നല്ല രീതിക്ക് പിടിക്കുന്നൊരു പൂവാണിത്. നല്ല വെള്ള മെത്ത വിരിച്ച പോലെയാണ് ഈ പൂക്കളിരിക്കുന്നത്. പിന്നെ നമുക്ക് അസ്യൂഷ്വൽ നമ്മുടെ ചെമ്പരത്തിയാണ്. നമ്മുടെ കുടമുല്ല പോലെ ഇരിക്കുന്ന ചെമ്പരത്തിയാണ്. നല്ല വലിയ നല്ല ചുവപ്പായിട്ടുള്ള ചെമ്പരത്തിയാണിത്. പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ശവന്നാറിപ്പൂവാണ്. ഇത് നമ്മുടെ വീട്ടിൽ പല വെറൈറ്റീസ് ഓഫ് കളറുണ്ട്. ഇത് നിങ്ങൾ അതിലൊരു ടൈപ്പാണ് കാണുന്നത്. ഇത് നല്ല രസമാണ്. കൂട്ടത്തോടെ പിടിച്ചിരിക്കുന്ന കാണാൻ വളരെ രസമാണ്. പിന്നെ ഇത് ഒരു മഞ്ഞപ്പൂ പിടിക്കുന്ന ചെടിയാണ്. പക്ഷേ പെട്ടെന്ന് വാടിപ്പോവും. ഈ മഞ്ഞപ്പൂ പിടിക്കുന്നതും വാടിപ്പോകുന്നതും ഒരുമിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പൂക്കൾ ഒരുമിച്ച് പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പൂക്കളെല്ലാം വാടിയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മുടെ ചവന്നാറിപ്പൂവിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. നിത്യകല്യാണി എന്നെന്തോ ഇതിനറിയപ്പെടും. അതുപോലെ തന്നെയാണിത്. നിത്യവും പൂക്കളാണിതിൽ. ഇതിൻ്റെ വെറൈറ്റീസ് ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ പല പല വെറൈറ്റീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെയുണ്ട് ഈ പൂ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത്. ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുമാണ് കാണാൻ. ഇത് ഒരു മരത്തിലെ പൂവാണ്. ഇതിലിഷ്ടം പോലെ പൂ പിടിച്ചിട്ടുണ്ട്. ചെത്തിപ്പൂവാണ് ഈ കാണുന്നത്. ഒരു ടൈപ്പ് ഓഫ് ചെത്തിയാണ്. പിന്നെ ഇത് നമ്മുടെ ശവന്നാറിപ്പൂവിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതും ഇഷ്ടം പോലെയുണ്ട്. ഇത് എന്ത് പൂവാണെന്ന് എനിക്കറിയില്ല. അതൊരു ചെത്തി പോലത്തെ ഒരു പൂവാണ്. ഇത് നമ്മുടെ നന്ദ്യാർ വട്ടത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതും ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. ഈ നന്ദ്യാർ വട്ടം പോലെ തന്നെ ഇതൊരു കുട പോലെ പിടിക്കുന്നതാണ്. പിന്നെ ഇതൊരു മരം പോലത്തെ ഒരു മരത്തിൽ പിടിക്കുന്ന ഒരു പൂവാണ്. വെള്ളപ്പൂവ് 1-2 കുലകളായിട്ടൊക്കെ പിടിക്കുന്നതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇത് ഓർക്കിഡാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് നിൽക്കുന്നതാണെങ്കിലും ഇഷ്ടം പോലെ പൂക്കളുണ്ട് അതിൽ. നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും ഇതിലിഷ്ടം പോലെ പൂക്കളുണ്ട്. നമ്മൾ പിന്നെ ഇതിൽ കാണുന്നതാണ് മുല്ല. നമ്മൾ ഈ ചെടികളൊക്കെ പിടിക്കാനും അതിൽ നിറയെ പൂക്കൾ പിടിക്കാനും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിലിഷ്ടം പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം തോനെ കൊടുക്കും തോറും പൂക്കളും ഇഷ്ടം പോലെ നമ്മുടെ ചെടികളിൽ ഉണ്ടാവും.